രക്ഷാധികാരി ശ്രീ ജി തങ്കോമ്പിളച്ചേട്ടൻ, ശ്രീ കൊട്ടാരക്കര പൊന്നച്ചൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ എല്ലാം മനസ്സിൽ കുടിയിരിക്കുന്ന ശ്രീ ഇന്ദ്രൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായി നമ്മൾ 13 പേരുമായി ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അന്നിവിടെ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നൊരു ചെറിയ ബിൽഡിംഗ് അത് നമ്മളിതിനെ പൊളിച്ചു കളഞ്ഞു. അതിന് തറക്കല്ലിടുകയിട്ട് ചെയ്ത ആളാണ് ശ്രീ മാത്തപ്പണിക്കർ. നമ്മുടെ അഡ്വൈസറായ ശ്രീ അനിൽകുമാർ സാർ, അഡ്വക്കേറ്റ് സുനിൽകുമാർ, സെക്രട്ടറി ഷാജൻ, ട്രഷറർ ജേക്കബ് വർഗീസ് വടക്കടം, പ്രോഗ്രാം കൺവീനർ ശ്രീ തോമസ് വിക്ടറി, മറ്റ് എല്ലാ കൺവീനർമാരും, നമ്മുടെ ICC കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കൾ, ഏക്കൊല്ലത്തേക്കാൾ ഈ ഓണാഘോഷം വളരെ സന്തോഷത്തോടെയാണ് ഈ സദസ്സിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് വർത്തമാനം പറഞ്ഞൊന്നും പോകുന്നില്ലെങ്കിൽ 2 വാക്ക്. കാര്യം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവിടെ ഉത്സവമായിരുന്നു എന്ന് വേണം പറയാം. ഒരാഴ്ചയായി ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും 50-60 പേര് വരും. ഇവിടെ പല മത്സരങ്ങൾ, ഇവിടെ ബാഡ്മിൻ്റന്, അതുപോലെ തന്നെ ക്യാരംസ്, ടാലൻറ്റ് ഗെയിം, ഇങ്ങനെ പല പരിപാടികൾ ദിവസം ഒരു 10-60 പേരോട് പങ്കെടുത്ത് അതിൻ്റെ ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് തീർന്നത്. ഫൈനലെല്ലാം തീർന്ന് പ്രൈസൊക്കെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡിക്ലെയർ ചെയ്യും. അപ്പം അങ്ങനെ ഇവിടെ ഈ ഒരു കാലം ഇല്ലാത്തതാണ്. കാര്യം അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച ഇപ്പോൾ ഇതിൻ്റെ കൺവീനറുമായി തിരഞ്ഞെടുത്ത ശ്രീ ബിനു ജോർജും അതുപോലെ തന്നെ ഡോക്ടർ സനോജ്, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കൂട്ടായൊരു പ്രവർത്തനം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. കാര്യം ഈ വളരെ പഴയ ആളുകളെ സംഘടിപ്പിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ ഒരു ഉത്സവം തന്നെ. ഒരാളുടെ പേരെടുത്ത് 2 പേരുടെ പേരെടുത്ത് പറയുകയല്ല, അതുപോലെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. ബൈജു കളീക്കർ, അങ്ങനെ ഒരു നിസാറ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ വളരെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ എല്ലാം പ്രൈസൊക്കെ എന്നോട് അനൗൺസ് ചെയ്യും. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം വേറൊന്നുമല്ല, ഇവിടെ പലരും നമ്മളൊരു ചരിത്രം പഠിച്ചിട്ടുണ്ട്. മഹാബലിയെ പാതാളത്തിലേക്ക്, അതായത് നല്ലവനായ മഹാബലി, അദ്ദേഹം എല്ലാവർക്കും നല്ലവനായിരുന്നു, പ്രജകൾക്ക് നല്ലവനായിരുന്നു, കള്ളമില്ല ചതിയില്ലാത്ത ഭരണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ മഹാവിഷ്ണു വാമനൻ്റെ വേഷത്തിൽ വന്ന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നാണ് നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഈ പ്രഹ്ലാദൻ്റെ മകൻ വീരോചൻ്റെ മകനാണ് ഇന്ദ്രസേനൻ എന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. അദ്ദേഹമാണ് മഹാബലി. അമ്മയുടെ പേര് വിശാലാക്ഷി, ഭാര്യ വിദ്വേവലി. 100 മക്കളുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാണോ ചവിട്ടിത്തടിച്ചതെന്ന് അറിയാൻ പറ്റും. ബാണാസൻ ഉൾപ്പെടെ പെൺമക്കൾ രത്നമാല, വജ്രമാല എന്നിവരാണ്. വജ്രമാല കർണൻ്റെ ഭാര്യയാണ്. സ്വർഗസമാനമായ സുതരം, അതായത് സ്വർഗത്തിനെ പോലെ ഈ 14 ലോകമുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് സ്വർഗം പോലെ, ഭൂമി, സ്വർഗം, പാതാളം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ സ്വർഗത്തെ പോലെ വളരെ അതിനേക്കാൾ സുഖലോലുമായ സുതരം എന്നൊരു രാജ്യമുണ്ട്. അവിടുത്തെ അദ്ദേഹത്തെ ചിരഞ്ജീവിയായി അനുഗ്രഹിച്ച് യാത്രയാക്കുകയാണ് വാമനൻ ചെയ്തത്. കാര്യം അതിനകത്തൊരു വേറെ 2 കഥകളുണ്ട്. ഒന്ന്, ഇദ്ദേഹം ദേവന്മാരെ ഭാവക്കത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടുന്ന് നാട് കിടത്താം. പക്ഷേ അദ്ദേഹം ഇത്രയും നല്ലവനായ ആളെ മറ്റ് എങ്ങും കളയാനും വയ്യ. അതുകൊണ്ട് അദ്ദേഹത്തിന് സുതരം എന്നതിലേക്ക് ചിരഞ്ജീവിയായി അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്ത് വിട്ടു എന്നാണ് കഥകൾ പറയുന്നത്. വടക്കേ ഇന്ത്യയിലിരുന്ന് വാമന അവതാര ദിനമായിട്ട് ഇപ്പോഴും ആഘോഷിച്ചു വരുന്നു. കാര്യം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്, നമ്മുടെ ആളുകൾ പലതും ഇപ്പോഴും ഈ മഹാബലിയെ ചവിട്ടിത്താഴ്ച എന്ന് പറയുന്നൊരു കഥ ഒരു സൈഡിൽ കൂടെ കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് മറ്റൊരു കഥ ഉള്ളതായി മനസ്സിലാക്കേണ്ടത്. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ സുജേഷ് ഹരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ എത്തിയിട്ടുണ്ട്. അവർ 2 പേര് സീരിയൽ നടികളാണ്. അവർ നമ്മുടെ ക്ഷണം, ഞാൻ പറഞ്ഞ ഒരു പൂ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പൂക്കട മൊത്തമായിട്ട് നമുക്ക് തന്നിരിക്കുക. അതിന് അവർ കുടുംബത്തോടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഇവരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിലൊന്നിരിക്കാം, ഇവിടെ പറയുന്നതായിരിക്കും. ഞാൻ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓണാഘോഷ പരിപാടിയെല്ലാം, നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു. 28 ഓണമായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് വരവേൽക്കാം. അടുത്ത ഒരു നല്ല ഓണത്തിന് വേണ്ടി കാത്തിരിക്കാം
എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.